അപ്പോൾ ഗായ്സ് ഞാനെന്നുള്ളത് വോൾസ്ബർഗിലാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും വോൾസ്ബർഗിൽ എന്താ പ്രത്യേകത എന്ന്. അപ്പോൾ ജർമ്മനിയിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഡിസൈനർ ഔട്ട്ലെറ്റ്സ് ഉള്ളതെല്ലാം വോൾസ്ബർഗിലാണ്. അഡിഡാസ്, നൈക്കി, പ്യൂമ, അങ്ങനെ ഒരുപാട് ഔട്ട്ലെറ്റ്സ്. പിന്നെ ലിൻഡിൻ്റെ ചോക്ലേറ്റ്സ് വിൽക്കണ ഒരു ഔട്ട്ലെറ്റ് കൂടിയുണ്ട് ഇവിടെ, നല്ല ഫേമസ് ആണ്. അപ്പോൾ ഞാനിന്ന് എത്തിയിരിക്കുന്നത് അഡിഡാസിൻ്റെ ഇപ്പോൾ ഇയർ എൻഡിങ് സെയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ബൂട്ട് എടുക്കണമെന്നുണ്ട്. കുറേ നാളായിട്ട് ആഗ്രഹിക്കുകയാണ് നല്ലൊരു ബ്രാൻഡഡ് ബൂട്ട് എടുക്കണമെന്ന്. അപ്പോൾ നമ്മൾ കളിക്കുന്നത് നാട്ടിലുള്ള സെഗയുടെയും പിന്നെ സ്റ്റാറും ബാക്കിൻ്റെ ഒക്കെ പഴയ സാധനങ്ങളാണ് ഇട്ട് കളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മളെ കല്ലുംപുറത്ത് കളിക്കുക അത് മതി. അപ്പോൾ പക്ഷേ ഇവിടെ ഞാൻ നമ്മുടെ യൂണിവേഴ്സിറ്റി ടർഫിൽ കളിക്കാൻ വേണ്ടി തന്നെ ഒരു നല്ലൊരു ബൂട്ട് നോക്കിക്കൊണ്ടിരുന്നത്. ഇപ്പം തൽക്കാലത്തേക്ക് ഞാൻ ഉപയോഗിച്ചിട്ടുള്ള ഒരു നോർമൽ കോമൺ ബൂട്ടായിരുന്നു. അപ്പോൾ അത് ഒന്ന് മാറ്റി പിടിക്കണമെന്നുള്ള ആഗ്രഹമായിട്ട് വന്നതാണ്. അപ്പോൾ ഞാൻ ഔട്ട്ലെറ്റിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണിച്ചു തരാം അവിടുത്തെ ഓഫറും കാര്യങ്ങളും ഡിസ്കൗണ്ടുകളൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ നല്ലൊരു വ്യൂ ആണ് ബാക്കിൽ ഇങ്ങനെ ഉള്ളത്. വെച്ച് തന്നിട്ട് ബാക്കി അവിടുത്തെ എന്തൊക്കെയാണ് ഓഫർ, എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് ഞാൻ ഇന്ന് തന്നെ പറയാം. ഇതാണ് ജാക്ക് ആൻഡ് ജോൺസിൻ്റെ ഔട്ട്ലെറ്റ്. ഇവിടെ അത്യാവശ്യം നല്ല ഓഫേഴ്സ് കാണാറുണ്ട് എല്ലാ ടൈമിലും. ഞങ്ങളിവിടുന്ന് ഡ്രസ്സൊക്കെ എടുക്കാറുണ്ട്. അപ്പോൾ ഇതാണ് നൈക്കിൻ്റെ ഔട്ട്ലെറ്റ്. ഇവിടെ കാര്യമായിട്ട് നമുക്കൊന്നും കാണാനില്ല. അപ്പോൾ ഇവിടുന്ന് ഒന്നും വാങ്ങിക്കാനുമില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് കയറി നോക്കി. അപ്പോൾ വലിയ രീതിക്ക് ഓഫറൊന്നുമില്ല. ബൂട്ടിനൊക്കെ ചെറിയ ഓഫേഴ്സൊക്കെ ഉണ്ട്, പക്ഷേ എനിക്ക് സൈസ് കിട്ടിയില്ല. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഓരോ ഔട്ട്ലെറ്റ്സ് എനിക്കിങ്ങനെ കാണാം. ജാക്ക് ആൻഡ് ജോൺസ് എപ്പോൾ കയറിയാലും മിനിമം ഒരു 50 യൂറോ സ്പെൻഡ് ചെയ്തിട്ട് ഞാൻ ഇറങ്ങുക ഗൈസ്. അവരുടെ ഓഫേഴ്സ് അങ്ങനത്തുള്ളത്. അതുകൊണ്ട് ഞാൻ ഇന്നും കുറച്ച് സ്വിംവെയേഴ്സും പിന്നെ സോക്സും ഒക്കെ വാങ്ങിച്ചു. ഇത് പ്യൂമയാണ് ഗൈസ്. ഇവിടെ ഇങ്ങനെ കയറി കഴിഞ്ഞാൽ എൻ്റെ നിക്കർ കീറാൻ ചാൻസ് ഉണ്ട്. എന്നാലും ഒന്ന് കയറി നോക്കാം. നല്ല ഓഫേഴ്സ് വരുന്ന സ്ഥലമാണ് പ്യൂമ. അറൗണ്ട് നാട്ടിലെ 2000 രൂപയ്ക്കൊക്കെ ഇവിടെ നല്ല പാൻസൊക്കെ ഉണ്ട്. ഹുഡീസിൻ്റെ ഒക്കെ പ്രൈസ് ഉണ്ടല്ലേ, 20 യൂറോസിന്. നാട്ടിലെ 2000 റുപ്പീസിന് അടുപ്പിച്ച് വരും. പിന്നെ ഇവിടെ നമ്മളെ ബൂട്ടും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ അഡിഡാസിൽ കയറിയിട്ട് വരാമെന്ന് വിചാരിച്ച് ഞാനിവിടെ പ്യൂമേന്ന് തൽക്കാലം വിട പറഞ്ഞു ഗൈസ്. അഡിഡാസ് ഇവിടെ സ്റ്റാർബക്സ് ഒക്കെ ഉണ്ട് ഗൈസ്. ആ കാണുന്നതാണ് അഡിഡാസിൻ്റെ ഔട്ട്ലെറ്റ്. അങ്ങോട്ട് പോയി നോക്കാം എന്തൊക്കെയുണ്ടെന്ന് അവിടെ. അപ്പം എന്തേ അഡിഡാസിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. എന്തായിരിക്കും അവസ്ഥ എന്നറിയാൻ വയ്യ. എന്നാലും നമുക്ക് കയറി നോക്കാം. വലിയ പ്രതീക്ഷ ഒന്നും കൊടുക്കണില്ല ഗൈസ്. എന്താ കളക്ഷൻ എന്നൊക്കെ നോക്കാം. ഇവിടെ ജർമ്മൻ ടീമിൻ്റെ ജേഴ്സി ഒക്കെ ഉണ്ട് ഇവിടെ. കുറേ നാളായിട്ട് എൻ്റെ ആഗ്രഹമായിരുന്നു ജർമ്മൻ ടീമിൻ്റെ ജേഴ്സി പിടിക്കണം എന്നുള്ളത്. അപ്പം ഞാൻ ഒരു എക്സ്ട്രാ സ്മോൾ എടുത്ത് നോക്കിയപ്പോൾ നല്ല ടൈറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു എൻ്റെ ഫിറ്റ് എക്സ്ട്രാ സ്മോളിൻ്റെ. എൻ്റെ സൈസ് സ്മോളാണ്. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി എടുത്തത്. ഇനിയും ഒരുപാട് ഇൻഫർമേറ്റീവും പിന്നെ എൻ്റെ ട്രാവലിങ്ങും ഇവിടുത്തെ വേ ഓഫ് ലൈഫും എല്ലാം നിങ്ങൾക്ക് വരും വീഡിയോസിലൂടെ കാണാം. ഇനിയും വ്ളോഗുകൾ ചെയ്യണമെന്ന് വളരെയധികം ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ സപ്പോർട്ട് വേണമെങ്കിൽ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂടണം, വ്യൂസ് വേണം. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കുക. എങ്ങനത്തുള്ള വീഡിയോസാണ് വേണ്ടതെന്നും കൂടെ കമൻറ്റ് ചെയ്തേക്കുക. ഞാൻ ബിഗിനറാണ്, ഈ ഫീൽഡിൽ ഞാൻ ബിഗിനറാണ്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിചാരിച്ച് മുന്നോട്ട്. ജർമ്മനീഷ് സൈനിങ് ഓഫ്. ബൈ ബൈ. അപ്പോൾ ഗായ്സ് അഡിഡാസിൽ നിന്ന് എൻ്റെ പർച്ചേസ് കഴിഞ്ഞിരിക്കുകയാണ്.
ഏകദേശം ഒരു 155 യൂറോയ്ക്കാണ് ഗൈസ് ഞാൻ പർച്ചേസ് ചെയ്തത്. നാട്ടിൽ ഏകദേശം 15,500 രൂപയ്ക്ക് അടുപ്പിച്ച്. അങ്ങനെ ഇന്നത്തെ എൻ്റെ വ്ളോഗ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം ഞാൻ ഒരു റണ്ണിങ് ട്രാക്ക് പാൻറ്റും പിന്നെ ഒരു റേറ്റ് കുറഞ്ഞൊരു നല്ല ഓഫർ കിടന്ന ഒരു ടീഷർട്ടും എടുത്തിട്ടുണ്ടായിരുന്നു. ഇതാണ് ഞാൻ ഇട്ട് കഴിഞ്ഞിട്ടുള്ള ലുക്ക്. അത്യാവശ്യം നല്ല ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട്. വന്നു കഴിഞ്ഞാൽ നോക്കി നല്ലത് നോക്കി ഇപ്പോൾ എടുക്കാം, അല്ലെങ്കിൽ തീർന്നു കയറുന്നു. ബൈ ബൈ.